നമസ്കാരം. രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെ പിളർപ്പും അതിനോടൊപ്പം തന്നെ കൂടുവിട്ട് കൂടുമാറ്റങ്ങളും ഒക്കെ കാരണം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടാറും മുൻപ് തന്നെ മറാത്ത മണ്ണ് മറ്റൊരു പരീക്ഷണം നേരിടാൻ ഒരുങ്ങുകയാണ്. 4 മാസത്തിനകം തന്നെ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. മഹാരാഷ്ട്രയിൽ കോൺഗ്രസും BJPയും ശിവസേനയും ഒക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയറ്റേണ്ട തന്ത്രങ്ങളെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ മറാത്ത മണ്ണിലെ ഒരേ ഒരു രാഷ്ട്രീയ ചാണക്യൻ തന്ത്രം മെനഞ്ഞ് കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. അതിനാടകീയ നീക്കങ്ങളുടെ തലതൊട്ടപ്പനായ മറാത്തയുടെ പവർ ഹൗസ് ആയ ശരത് പവാർ, NCP വിമത നേതാവും സഹോദരപുത്രനുമായ അജിത് പവാറിനെതിരെയാണ് ശരത് പവാറിന്റെ ഏറ്റവും പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. ബാരാമതിയിൽ അജിത് പവാറിനെ നേരിടാൻ പുറത്തുനിന്നും ആരും വേണ്ട പവാറിന്, മറിച്ച് കുടുംബത്തിൽ തന്നെ അതിനൊത്ത ആളുണ്ട്. സഹോദരപുത്രനായ യുഗേന്ദ്ര പവാർ, മകൾ സുപ്രിയ സുലെ ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അജിത് പവാറിന്റെ ഭാര്യയും NDA സ്ഥാനാർത്ഥിയുമായിരുന്ന സുനേത്ര പവാറിനെ പരാജയപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ യുഗേന്ദ്രയെ പവാർ കളത്തിലിറക്കിയിരിക്കുന്നത്. ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ബാരാമതി നിയമസഭാ മണ്ഡലത്തിൽ 3 പതിറ്റാണ്ടിലേറെയായി അജിത് പവാറാണ് MLA. അജിത്തിന്റെ സഹോദരനായ ശ്രീനിവാസ് പവാറിന്റെ മകനാണ് ഈ യുഗേന്ദ്ര പവാർ. ശ്രീനിവാസ് അടക്കം പവാർ കുടുംബത്തിലെ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ നിലകൊള്ളുന്നത് അജിത് പവാറിനൊപ്പം തന്നെയാണ്. വ്യവസായിയായ യുഗേന്ദ്രയാണ് സുപ്രിയ സുലെയുടെ പ്രചരണങ്ങൾക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബാരാമതിയിൽ ചുക്കാൻ പിടിച്ചത്. ഫലപ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ ശരത് പവാർ നടത്തുന്ന നന്ദി പ്രകാശന യാത്രയിൽ യുഗേന്ദ്രയെ ഒപ്പം കൂട്ടിയതോടുകൂടിയാണ് ഈ നിയമസഭാ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇത്തരത്തിലുള്ള ഒരു അഭ്യൂഹം മാധ്യമങ്ങൾ വെറുതെ മെനഞ്ഞെടുത്തതല്ല, മറിച്ച് അതിന് കൃത്യമായ ഉദാഹരണം ഇതിനു മുൻപ് അജിത് പവാർ കാണിച്ചു തന്നിട്ടുണ്ട്. ചെറുമകനായ രോഹിത് പവാറിനെയും സമാനമായ രീതിയിൽ ശരത് പവാർ രംഗത്തിറക്കിയത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യുഗേന്ദ്ര പവാറിന്റെ ഈ ഒരു പൊളിറ്റിക്കൽ എൻട്രിയെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കും തുടക്കമായിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അടുത്തിരിക്കാൻ രോഹിതിനെ ശരത് പവാർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർജാദ് ജാംഖണ്ഡ് സീറ്റ് ശരത് പവാർ നൽകിയത് രോഹിത് പവാറിനായിരുന്നു. നേരത്തെ ശരത് പവാർ വിജയിച്ചു കയറിയ ഒരു മണ്ഡലമാണിത്. സുപ്രിയ പാർലമെന്റിൽ അജിത് പവാർ നിയമസഭയിൽ എന്ന ധാരണയാണ് ഈ അജിത് പവാർ പാർട്ടി പിളർത്തിയതോടുകൂടി ആകെ തകിടം മറിഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റിയ അജിത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എങ്കിൽ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദില്ലിയിലും മുംബൈയിലും ഒക്കെയായി സമയം ചിലവഴിച്ചിരുന്ന ശരത് പവാർ ആകട്ടെ ഇപ്പോൾ പാർട്ടി പിളർന്നതിന് ശേഷം ഏറ്റവും അധികം സമയം ചിലവഴിക്കുന്നത് ബാരാമതിയിൽ തന്നെയാണ്. പഴയ സുഹൃത്തുക്കളെയും അണികളെയും ഒക്കെ ഓടി നടന്ന് കാണുന്ന തിരക്കിലാണ് ഇപ്പോൾ ശരത് പവാർ ഉള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ യാത്ര പാർട്ടിക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ നിന്നും അജിത് പവാറിന്റെ സ്വന്തം മകളായ സുപ്രിയ സുലെ 46,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത്. ഇത് സ്ഥലം MLA കൂടിയായ അജിത് പവാറിനെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. പരമാവധി പേരെ കണ്ടും അതിനോടൊപ്പം തന്നെ ചെറിയ ജനസഭകൾ നടത്തിയും ഒക്കെ യുഗേന്ദ്ര പവാറും ഇതിനോടകം ബാരാമതിയിൽ പതിയെ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടാറുന്നതിന് മുൻപ് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പുതുമുഖത്തിന്റെ എൻട്രിക്ക്, അതും പവാർ കുടുംബത്തിൽ നിന്ന് തന്നെ, അതിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് മറാത്ത മണ്ണ്.